മോഹൻകുമാർ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? കേരളത്തിന്റെ റേഷൻ വിഹിതം കൂട്ടുക എന്നുള്ള വളരെ നാളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. അത് ഇതിനകത്ത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത താങ്കൾ പ്രതീക്ഷിക്കുന്നു? കേരളത്തിന്റെ റേഷൻ വിഹിതം കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കേരളത്തിലെ ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ വിഹിതം കൂട്ടുക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇതൊരു ഇലക്ഷൻ ബഡ്ജറ്റാണ്. ഇലക്ഷൻ ബഡ്ജറ്റിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സഹായം കേരളത്തിന് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുകൂല്യമായി വ്യാഖ്യാനിക്കപ്പെടും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായി വ്യാഖ്യാനിക്കപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ഭീതി കേന്ദ്ര സർക്കാരിനുണ്ടാവും. അത് അവരുടെ വോട്ട് ഷെയറിനെ ബാധിക്കുമെന്നുള്ള രീതിയിൽ കേരള സർക്കാരിന് ഏതെല്ലാം തരത്തിൽ കൂടുതൽ ശ്വാസം മുട്ടിക്കാൻ കഴിയുമോ അതിനും കൂടെ ആയിരിക്കും ഈ പരോക്ഷമായി ശ്രമിക്കുക. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും കേരളത്തിൽ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ പ്രഖ്യാപിച്ചതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ട്രെയിനിൽ കയറുന്ന ആളുകൾ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് 8 മണിക്കൂർ കൊണ്ടും എത്തിച്ചേരുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആണ് ഇപ്പോൾ കേരളത്തിന് ആവശ്യം. അതിനാണ് സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി വളരെ ഗൗരവമായി കേരള ഗവൺമെൻറ് പരിഗണിച്ചത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് ടൈം എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം. അതിന് ആ ലേബർ ടൈം ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ വേണ്ടി എറണാകുളത്ത് താമസിക്കുന്ന ഒരാളിന് തിരുവനന്തപുരത്തും അതോടൊപ്പം കോഴിക്കോട്ടും തുല്യ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ആൾമോസ്റ്റ് അത് സ്റ്റാൻഡ് സ്റ്റില്ലായി നിൽക്കുകയാണ്. അത് ഒരു പൊളിറ്റിക്കലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുന്ന ഒരു പോപ്പുലർ സ്കീമിലേക്ക് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നേട്ടമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള ഭീതി കൊണ്ട് ഏതായാലും അതറിയാൻ 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ.